കുഞ്ഞ് എക്സ്പ്ലോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് പാലക്കാട് ജില്ലയിൽ അഗളിയിൽ നിന്ന് കോയമ്പത്തൂരിലേക്കുള്ള റൂട്ടാണ്. സൈലന്റ് വാലിയും അഗളിയും എല്ലാം കണ്ട് തിരിച്ചു മടങ്ങുന്നവർക്ക് കോയമ്പത്തൂർ വഴിക്ക് വരുമ്പോൾ കാണാവുന്ന റോഡാണിത്. ഈ വീഡിയോയിൽ ആ റോഡ് വ്യൂ മാത്രമാണുള്ളത്. കോയമ്പത്തൂരിലേക്കുള്ള വഴി സ്വന്തമായിട്ട് വാഹനം ഓടിച്ചു വരുന്നവരെല്ലാം കാണാൻ താല്പര്യപ്പെടുന്നു. അറിയേണ്ടതുമായ ഒരു റൂട്ടാണിത്. വളരെ മനോഹരമായൊരു വഴിയാണിത്. നമ്മൾ അഗളിയിൽ നിന്ന് പുറപ്പെട്ട് കോയമ്പത്തൂർ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആനക്കട്ടിയിലാണ് ഇവിടെ കേരളത്തിൻ്റെ ബോർഡർ. അവിടെയാണ് ചെക്ക് പോസ്റ്റ് ഉള്ളത്, കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും. നമ്മളിവിടെ കാണുന്ന റോഡ് ഇവിടെ സിംഗിൾ റോഡായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഡബിൾ റോഡാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനം വരാനുള്ള വീതിയുണ്ട്. എന്നാലും നമുക്കൊരു സിംഗിൾ റോഡ് മാതിരിയാണ് തോന്നുന്നത്. ഞാനത് പറയാൻ കാരണം നിങ്ങൾക്ക് കാണാൻ കഴിയും. കേരള ബോർഡർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേ റോഡ് തന്നെ നടുവിലെ വരയെല്ലാം ഇട്ട് വളരെ ഭംഗിയുള്ള റോഡായിട്ടാണ് കാണുന്നത്. തമിഴ്നാട്ടിലേക്ക് കടന്നാൽ ആനക്കട്ടിയിൽ എത്തുന്നവരെ റോഡ് ഇങ്ങനെയാണ്. റോഡിൻ്റെ രണ്ട് സൈഡിലുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അഗളി വീഡിയോകളുടെ അവസാനത്തെ വീഡിയോ ആണിത്. അഗളിയിലെ വ്യൂ പോയിന്റ്സും സൈലന്റ് വാലിയും എല്ലാം ഞാൻ ഈ ചാനലിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ അത് കാണുക. തീർച്ചയായിട്ടും നിങ്ങൾ അഗളിയിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ടുള്ള ഒരു വഴി, പുറത്തേക്ക് വരാനുള്ള നമ്മളുടെ മണ്ണാർക്കാട് നിന്നുള്ള വഴി ഒഴികെ മറ്റൊരു വഴി ഇതാണ് കോയമ്പത്തൂർ വഴിക്ക് വരുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ തീർച്ചയായും കണ്ടിരിക്കുക. സ്വന്തമായിട്ട് വാഹനം ഓടിച്ചിരുന്നവർ എന്തായാലും കണ്ടിരിക്കണം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അഗളിയിൽ നിന്ന് കോയമ്പത്തൂർക്ക് ഏതാണ്ട് 40 കിലോമീറ്റർ ഉള്ളൂ. അതിൽ ഏതാണ്ട് 10-15 കിലോമീറ്ററോളം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആനക്കട്ടി ചെക്ക് പോസ്റ്റ് എത്തും. അതിനുശേഷം നമുക്ക് നേരെ കോയമ്പത്തൂർക്കോ അല്ലെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ഊട്ടിയിലൊക്കെ എല്ലാം പോകാൻ കഴിയും. അങ്ങോട്ട് പോകേണ്ട റോഡാണ് ഈ കാണുന്നത്. അഗളിയിൽ നിന്ന് ഊട്ടിയിലേക്ക് പോകാൻ മുള്ളി വഴി ഒരു റോഡുണ്ട്, പക്ഷേ അത് അടച്ചിട്ടിരിക്കുകയാണ്. തമിഴ്നാട് ഫോറസ്റ്റ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ആ വഴി പോകാനായിട്ട് സാധിക്കുകയില്ല. തമിഴ്നാട്ടിലേക്ക് പോകാനായിട്ട് അഗളിയിൽ നിന്നുള്ള ഒരു വഴി ഈ കാണുന്നതാണ്. റോഡിന്റെ രണ്ട് സൈഡും വളരെ മനോഹരമായ കാഴ്ചകളാണ്. രണ്ടു ഭാഗത്തും നമുക്ക് കാണാൻ കഴിയുന്ന ഈ പർവ്വതനിരകളാണ്. നമ്മളങ്ങനെ ആനക്കട്ടി എന്ന സ്ഥലത്തെത്തി. ഇതാണ് കേരളത്തിൻ്റെ ബോർഡർ. ഇവിടെയാണ് നമ്മുടെ KSRTCയുടെ അതുമാതിരി കേരള ബസ്സുകളെല്ലാം റൂട്ട് അവസാനിപ്പിക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന ബസ്സുകളെല്ലാം ഇൻഡർസ്റ്റേറ്റ് പെർമിറ്റുള്ള ബസ്സുകൾ മാത്രമാണ് അനുവദിക്കുക. തമിഴ്നാടിൻ്റെ ബസ്സാണ് ഇവിടെ കിടക്കുന്നത്. ഇവിടെ നിന്ന് കോയമ്പത്തൂരിലേക്കും മറ്റ് തമിഴ്നാടിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും പോകാനുള്ള ബസ് ഇവിടെ നിന്ന് പുറപ്പെടുന്നു. അതുപോലെ തന്നെ നമ്മളുടെ കേരള വാഹനങ്ങളെല്ലാം ഇവിടെ വരെ യാത്ര അവസാനിപ്പിച്ച് തിരിച്ചു വരികയാണ്. അവിടെ നേരെ കാണുന്നതാണ് നമ്മുടെ കേരളത്തിൻ്റെ ചെക്ക് പോസ്റ്റ്. നമ്മളങ്ങനെ ചെക്ക് പോസ്റ്റ് കടന്ന് തമിഴ്നാട്ടിലേക്ക് കിടക്കുകയാണ്. രണ്ട് സംസ്ഥാനത്തിനെയും തമ്മിൽ തിരിക്കുന്ന ഒരു നദിയാണ്. അതിൻ്റെ കുറുകെയുള്ള പാലമാണ് ഈ കാണുന്നത്. ഈ പാലം കടന്നു കഴിഞ്ഞാൽ നമ്മൾ തമിഴ്നാട്ടിലെത്തി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ പാലം കടന്ന് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് റോഡിൻ്റെ അവസ്ഥ നമുക്ക് മനസ്സിലാകും. കേരളത്തിൻ്റെ കഴിഞ്ഞിട്ടുള്ള റോഡ് തമിഴ്നാടിൻ്റെ വളരെ മനോഹരമായ റോഡുകളാണ്. റോഡെല്ലാം ലൈൻ തിരിച്ച് കേടുപാടുകളൊന്നുമില്ലാത്ത നല്ല റോഡാണ്. അതുകൊണ്ട് ഈ വഴി വരുന്നവർ തീർച്ചയായിട്ടും റോഡിൻ്റെ അവസ്ഥയെല്ലാം കണ്ട് മനസ്സിലാക്കി വരിക. സുഖമായിട്ട് വളരെ ട്രാഫിക് ഒന്നുമില്ലാതെ നമുക്ക് ഓടിച്ചു പോരാൻ പറ്റുന്നൊരു വഴിയാണിത്. അതുപോലെ തന്നെ ഈ വഴിക്ക് വരുമ്പോൾ തന്നെ നമുക്ക് കോയമ്പത്തൂർ എത്തുന്നതിന് മുൻപ് നമുക്ക് അല്പം ഡൈവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ
ഷഹാദി യോഗിയുടെ ആശ്രമത്തിലേക്ക് നമുക്ക് എത്താവുന്നതാണ്. ഞാൻ ഇവിടെ നിന്ന് പോരുമ്പോൾ ആ വഴി ജസ്റ്റ് ഒന്ന് സന്ദർശിച്ചിട്ടാണ് പോകുന്നത്. ആ വീഡിയോ ഞാൻ ഈ ചാനലിനകത്ത് കൊടുത്തിട്ടുണ്ട്. നീലഗിരി മലയാണ് നമ്മൾ ഇടതുഭാഗത്തായിട്ട് കാണുന്നത്. റോഡിൻ്റെ രണ്ട് ഭാഗങ്ങളിലും ധാരാളം വൃക്ഷങ്ങൾ ഇങ്ങനെ നിന്ന് വളരെ തണൽ ഉള്ളൊരു റോഡാണിത്. നമുക്ക് യാത്ര ചെയ്യാൻ തന്നെ വളരെ സുഖമുണ്ട്. രണ്ട് സൈഡിലും കേരളത്തിൽ കാണുന്ന പോലെ ബിൽഡിങ്ങുകളെല്ലാം വളരെ കുറവാണ്. ഇങ്ങിങ്ങായി ബിൽഡിങ്ങുകൾ ഉണ്ടെങ്കിലും കേരളത്തിൽ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ റോഡിൻ്റെ രണ്ട് ഭാഗവും ഇടതുറന്ന മാതിരി ബിൽഡിങ്ങുകളാണ് കാണുക. ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അല്പദൂരം കൂടി നമുക്ക് യാത്ര ചെയ്തിട്ട് ഈ ട്രിപ്പ് അവസാനിപ്പിക്കാം. ഈ റോഡും അതിൻ്റെ കാഴ്ചകളും കാണിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ. റോഡ് വ്യൂസ് കാണാൻ താല്പര്യമുള്ളവർ തുടർന്ന് കാണുക. ഞങ്ങൾ പോകുന്ന വഴിക്ക് വാഹനം നിർത്തി വളരെ മനോഹരമായ ദൃശ്യങ്ങൾ പകർത്തിയ ഒരു സ്ഥലമാണിത്. ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോയിൽ അതിൻ്റെ ദൃശ്യങ്ങളെല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. റോഡിൽ നിന്ന് കാണുന്ന കാഴ്ചകളെല്ലാം കഴിഞ്ഞ വീഡിയോനകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഈ വീഡിയോയിൽ ഈ റൂട്ട് മാത്രമാണ് കാണിക്കുന്നത്. ഇതുപോലെ നമ്മൾ സഞ്ചരിച്ചിരിക്കുന്ന റൂട്ടെല്ലാം അറിയണമെന്ന് താല്പര്യമുള്ളവർ ഈ ചാനലിനകത്ത് അങ്ങനെ പല സ്ഥലങ്ങളിലേയും പോയ റൂട്ടുകൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. പലരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എന്നോട്. കാരണം നമ്മൾ ഈ റോഡും വഴിയെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വാഹനം കൊണ്ടുപോകാനായിട്ട് ഒരു ധൈര്യം കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഒരു ആത്മവിശ്വാസം കൂടി കിട്ടും. റോഡ് എങ്ങനെയാണെന്നുള്ളത് നേരത്തെ അറിഞ്ഞാൽ വാഹനത്തിൽ വെറുതെ ഇരുന്ന് പോകുന്നവർക്ക് അത്ര താല്പര്യപ്പെടും. എല്ലാ കാഴ്ചകൾ കാണാൻ മാത്രമായിരിക്കും. പക്ഷേ വാഹനം ഓടിക്കുന്നവർക്ക് ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പമായിരിക്കും. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും രേഖപ്പെടുത്തണം. ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ പോകുന്ന നല്ല നല്ല റോഡുകളും അതുമാതിരി നമുക്ക് മനസ്സിലാക്കേണ്ട വഴികളെല്ലാം ഞാൻ ഈ ചാനലിനകത്ത് കൊടുക്കുന്നതായിരിക്കും. അഗളിയിലേക്ക് പോകേണ്ടവർക്ക് കോയമ്പത്തൂർ ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ കൂടി കോയമ്പത്തൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതായിരിക്കും നല്ലത്. റോഡിന്റെ ഭംഗിയും അതുപോലെ തന്നെ റോഡിന്റെ കണ്ടീഷനെല്ലാം കണ്ട് ഞങ്ങൾ അഗളിയിൽ നിൽക്കുമ്പോൾ തന്നെ കുറച്ച് ആളുകൾ, ഗുരുവായൂരുള്ള കുറച്ച് പേര് അഗളി കാണാനായിട്ട് വന്നത്. ഗുരുവായൂരിൽ നിന്ന് കോയമ്പത്തൂർ പോയിട്ട് തിരിച്ച് ഈ വഴിക്കാണ് അഗളിക്ക് വന്നത്. അതുപോലെ തന്നെ തിരിച്ച് ഗുരുവായൂർക്ക് പോകാനും അവർ ഇതുവഴി തന്നെ കോയമ്പത്തൂർ പോയിട്ടാണ് പാലക്കാട് തൃശ്ശൂർ വഴി ഗുരുവായൂർക്ക് യാത്ര തിരിച്ചത്. അവരതെന്ന് പറഞ്ഞ കാരണം വഴി അല്പം ഏതാണ്ട് 10-30 കിലോമീറ്റർ കൂടും നമ്മൾ കോയമ്പത്തൂർ വഴിക്ക് വരുമ്പോൾ. പക്ഷേ സമയലാഭവും നല്ല റോഡും ഇതായതുകൊണ്ടാണ് അവരിങ്ങോട്ട് പോകുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ കോയമ്പത്തൂർ ഭാഗത്തു നിന്നെല്ലാം നമ്മൾ അഗളിയിലേക്ക് പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വഴിക്ക് വരിക. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ കോയമ്പത്തൂർ എപ്പോഴെങ്കിലൊക്കെ പോയി കോയമ്പത്തൂർ വഴിക്ക് നാട്ടിലേക്ക് വരുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുവഴി വന്ന് അഗളി വഴി വന്ന് മണ്ണാർക്കാട് നിന്ന് പാലക്കാട് എത്തി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ റോഡും ഇതിൻ്റെ മനോഹരമായ കാഴ്ചകളെല്ലാം കാണാൻ കഴിയും. ഒരിക്കലെങ്കിലും നമ്മൾ സഞ്ചരിക്കേണ്ട ഒരു വഴിയാണിത്. ഈ വഴിയിലെല്ലാം എലിഫന്റ് ക്രോസിംഗ് എന്ന് ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിലും വളരെ സുരക്ഷിതമാണ്. അങ്ങനെ ആനകളൊന്നും വഴി തടയാത്തൊരു റൂട്ടാണിത്. നമ്മൾ ഇവിടെ നിന്ന് പലർക്കും അറിയില്ല ആനക്കട്ടിയിൽ നിന്ന് പോകുമ്പോൾ ഒരു ഫോറസ്റ്റ് വഴി പോകുമ്പോൾ എന്തായിരിക്കും എന്നുള്ളത്. തീർച്ചയായും നിങ്ങൾ അതൊന്നും ഭയപ്പെടാതെ തന്നെ നിങ്ങൾക്ക് ഈ വഴിക്ക് വരാവുന്നതാണ്.
ഞാൻ ഈ വീഡിയോ അധികമൊന്നും ഇടുന്നത് ഏതാണ്ട് ഒരു 10 മിനിറ്റുള്ള വീഡിയോ ആണ് ഈ വഴി കാണിക്കുന്നതിന് വേണ്ടി മാത്രം. ഈ അല്പനേരം ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ വഴിയുടെ ഭംഗി മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഞാൻ ഈ വീഡിയോ ഇനി ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കോയമ്പത്തൂർ എത്തുന്ന വരെയുള്ള വഴിയൊന്നും കാണിക്കുന്നില്ല. ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുമുള്ള വഴി. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.